വാ മോളെ, നമുക്ക് ചോദിക്കാം. മണിക്കുട്ടി, എന്താ അമ്മേ? എടി മണിക്കുട്ടി, നിന്നോടൊരു കാര്യം ചോദിക്കാനാ ഞങ്ങളിപ്പോ വന്നത്. എന്ത് കാര്യം? നിന്റെ അച്ഛനെ കുറിച്ച് എന്തോ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്നാ നീ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നീ എന്താ പറയാൻ വന്നത്? എന്റെ അച്ഛന്റെ കാര്യമായിരുന്നു. രാധിക, എന്താ അമ്മേ കാര്യം? അല്ല, ഇന്നലെ രാധികയുടെ കൈ മുറിഞ്ഞ ദിവസം മണിക്കുട്ടി ഒരു കാര്യം പറയാൻ വന്നില്ലേ? ശരിയാണല്ലോ, ഞാൻ ഓർക്കുന്നുണ്ട്. പറ മണിക്കുട്ടി, എന്തായിരുന്നു നീ പറയാനിരുന്നത്? എന്റെ അച്ഛനെ അന്ന് രാത്രി വിളിച്ചിരുന്നു. ശരിയാണോ മണിക്കുട്ടി? നിന്റെ അച്ഛൻ തന്നെയാണോ വിളിച്ചത്? എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഈശ്വര, എന്താ സംസാരിച്ചെന്നും കൂടി കാവ്യോട് പറഞ്ഞു കൊടുക്ക്. അത് ഞാൻ ഉറക്കത്തിലായിരുന്നു. സ്വപ്നത്തില്. അതാ ഞാൻ മറന്നുപോയത്. നീ സ്വപ്നം കണ്ടതാണോ? അതേനെ. ഈ കുട്ടി സ്വപ്നം കണ്ട കാര്യം വെച്ചാണോ അവളുടെ അച്ഛനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് അമ്മ ഭദ്രകാളി കളിച്ചത്? എന്ത് കഷ്ടമായത്. മിടുക്കി, മോൾക്ക് അവസരത്തിനനുസരിച്ച് അവരോട് മറുപടി പറയാൻ പറ്റിയല്ലോ. നല്ല കുട്ടികള് സത്യം മാത്രമേ പറയാവൂന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഇക്കാര്യത്തില് കള്ളം പറഞ്ഞ നന്നായിന്ന് സാറ് പറഞ്ഞത്? മോളോട് കള്ളം പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ സത്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ കൊള്ളില്ല മോളെ. അതുകൊണ്ട് തൽക്കാലം അച്ഛൻ വിളിച്ചോന്നോ ദുബായിലുണ്ടെന്നോ മോൾ ആരോടും പറയണ്ട. ഒരു ദിവസം അച്ഛൻ വന്ന് മോളെയും രാധികയും കൂട്ടിക്കൊണ്ടു പോകും. ഇവളുണ്ടല്ലോ ഈ മണിക്കുട്ടി, ഇനി അധിക ദിവസം ഒന്നും ക്ലാസ്സിൽ വരാൻ പോണില്ല. എങ്ങാണ്ട് കിടക്കുന്ന ഇവളുടെ അച്ഛൻ വന്ന ഉടനെ ഇവളെയും ഇവളുടെ അമ്മേനെയും പറപ്പിക്കുമെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നെ. എങ്ങാണ്ട് കിടക്കുന്നോ? ഇവളുടെ അച്ഛൻ എവിടാന്ന് ആർക്കും അറിയില്ലേ? ഇല്ലെന്നേ, ഇവൾക്ക് പോലും അറിയില്ല. അറിയാലോ, എനിക്കറിയാം. അറിയാന്നോ? എങ്കി പറയടി, നിന്റെ അച്ഛൻ എവിടെയാ? കണ്ടോ കണ്ടോ, അച്ഛൻ എവിടെയാന്ന് അറിയാൻ ഇവള് നുണ പറഞ്ഞതാ. മണിക്കുട്ടിയല്ലേ ഇവള്, നുണക്കുട്ടിയാ. എന്തൊരു ബഹളം ഇവിടെ. ഗുഡ് മോർണിംഗ്. ക്വാർട്ടർ എക്സാമിന്റെ പേപ്പറുകളൊക്കെ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? പിന്നെ വേറൊരു സമ്മാനം കൂടി എല്ലാവർക്കും ഉണ്ട്. പ്രോഗ്രസ് കാർഡ്. പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ വന്ന് മേടിച്ചോണം. മുത്ത് കൃഷ്ണ. വലിയ ഗ്യാങ് ലീഡർ കളിച്ച് നടന്നിട്ട് മാർക്ക് എത്രയുണ്ടെന്ന് അറിയാവോ? 34% മാർക്കുണ്ട്. തോറ്റു. പോയിരിക്കെ. നിന്റെ കൂടെ വരുന്നതാണല്ലോ മണിക്കുട്ടി. അവളുടെ മാർക്ക് എത്രയാണെന്ന് അറിയാവോ? മണിക്കുട്ടി 98% മാർക്ക് വാങ്ങി ഈ മിടുക്കി 1 സ്ഥാനത്തെത്തി. പണ്ട് 1ാം സ്ഥാനം മേടിച്ചതിന് എനിക്ക് എന്റെ ടീച്ചർ തന്ന സമ്മാനമാ ഈ പേന. ഇത് ഞാൻ മണിക്കുട്ടിക്ക് കൊടുക്കുക.
ഇനി പോയി മോളിരുന്നു. അവളുടെ ഒരു പൊട്ട പേന